നമസ്കാരം. എൻ്റെ പേര് സനു പാലാട്ട്. ഞാനിന്നിവിടെ സൂചിപ്പിക്കുന്ന വിഷയം ഏവർക്കും സുപരിചിതമായ ഒരു വിഷയത്തിൻ്റെ ഭാഗം തന്നെയാണ്. കേരളം ഇന്ന് അതിദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വയനാട് മുണ്ടക്കൈ എന്ന സ്ഥലത്ത് നടന്ന ഉരുൾപൊട്ടലിൽ ധാരാളം സഹോദരന്മാർ പിച്ചുകുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടു. പലരെയും ഇന്നും കാണാനില്ല. പലരുടെയും ജീവിത സമ്പാദ്യങ്ങൾ ബോധു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ധാരാളം പേർ അനാഥരായി. അത്രയും ദുഃഖകരമായ ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ ദുഃഖത്തിൽ, അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഈ കേരള പൊതുസമൂഹത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ബോധിപ്പിച്ചു തരട്ടെ. ഞാനൊരു ബിസിനസ്സുകാരനോ എല്ലാവർക്കും ഒരു ബിസിനസ് പ്രൊമോട്ടറോ ഒന്നുമല്ല. പക്ഷേ നമുക്ക് വരാനിരിക്കുന്ന ഒരു കാര്യം ബോധ്യമായതിനെ തുടർന്ന് പലരുടെയും ആദികൾ നമ്മൾ കണ്ടത്, ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ആദികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ദുരന്തത്തെ തുടർന്ന് നമ്മുടെ കേരള സർക്കാർ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും പൊതുപരിപാടികളും മാറ്റിവെച്ചതായി നമ്മൾ മീഡിയയിൽ കൂടിയും മറ്റും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കേരളം മൊത്തം ഇങ്ങനെ വിറങ്ങലിച്ച സമയത്ത് പ്രത്യേകിച്ച് ആ സംസ്ഥാനത്തെ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം കാണുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളുടെ ഒരു ഓണം എന്ന് പറയുന്നത് ആ 2 ദിവസം 3 ദിവസത്തെ കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരു 10 ദിവസം മുമ്പേ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇപ്പം ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ, കോളേജുകൾ, മറ്റ് ഈ ഓണാഘോഷം സ്ഥിരമായി നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ഇതിനനുബന്ധിച്ചിട്ട് സർക്കാരിനെ തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണാനിടയായി. അതിൻ്റെ ഒരു വരുമ്പരായിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പം മുണ്ടക്കൈ നടന്ന ഒരു ദുരന്തം നമ്മൾ നേരിട്ട് കണ്ടു. ഈ ദുരന്തത്തിൽ സർക്കാർ സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ സമയത്ത് അവിടെ മറ്റു സഹായത്തിന് ആദ്യമായി മുൻപന്തിയിലുണ്ടായിരുന്നത് സന്നദ്ധ പ്രവർത്തനവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുത്ത ഒരു വലിയൊരു വിഭാഗമുണ്ട്. പണമായിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ അവർക്ക് എത്തിച്ചു കൊടുത്തൊരു വിഭാഗമുണ്ട്. അതിൽ ഭൂരിഭാഗം വരുന്ന ഒരു വിഭാഗമുണ്ട്, അത് ബിസിനസ്സുകാരാണ്. അപ്പം നമ്മൾ ഈ ഓണം എന്നൊക്കെ പറയാം, ഒരു സീസണലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഏറ്റവും കൂടുതൽ സീസണൽ ബിസിനസ് നടക്കുന്ന ഒരു സമയമാണ് ഈ ഓണം സമയം എന്ന് പറയുന്നത്. ഈ സമയത്തുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം മാസം മുമ്പേ തന്നെ പലരും അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യയുടെ താലി വരെ പണം വെച്ചിട്ടൊക്കെ ആയിരിക്കും പലരും ഇതിലേക്കുള്ള സ്റ്റോക്കുകൾ ഇറക്കുക. ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയുണ്ട്, പൂവുണ്ട്, അതുമാതിരി തന്നെ നമ്മുടെ സംബന്ധമായ കാര്യങ്ങളുണ്ട്. മറ്റേ അതുപോലെ അനുബന്ധമായ പല ഇതിൻ്റെയും ഒരു ബൂം ടൈം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഈ ദുഃഖത്തിൽ നമുക്ക് കേരളത്തിൻ്റെ ദുഃഖം നമ്മൾ ദുഃഖമായി തന്നെ കരുതാം. എങ്കിൽ തന്നെയും നമ്മളിത് മാറ്റുന്നത് കൊണ്ട്, ഈ പരിപാടികളൊക്കെ മാറ്റി വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നടക്കുന്നുണ്ട് ഇതിനോട്. അത് മറുപുറത്ത് കുറേ വ്യക്തികൾ അവരെ കണ്ണീര് നമ്മൾ കാണാതെ പോയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു, പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പൂവുകളൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് കർഷകർ ഒരു മാസങ്ങൾക്ക് മുമ്പേ പല സ്ഥലത്തും പൂത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു 10-15 ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഈ ഓണം ബിസിനസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പല ഭാഗത്തും പെട്ടെന്ന് നമ്മൾ ഇത് നിർത്തുകൊണ്ട്, അത് ഒരു മാസത്തിനുള്ളിൽ വന്ന സംഭവങ്ങളാണ് ഈ ഓണം അനുബന്ധിച്ചുള്ള പരിപാടികൾ മാറ്റി വെക്കുക എന്നുള്ളത്. ഇത് സംഭവിക്കുന്നതോടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൂവൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഓണത്തിൻ്റെ 50 ദിവസത്തേക്ക് കിട്ടൂ. ബാക്കി ആ പല സ്ഥലത്തും പൂക്കള മത്സരങ്ങളായിട്ടും മറ്റു ബന്ധപ്പെട്ടൊക്കെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ വേസ്റ്റാണ്. അപ്പോൾ അവിടെ വരാൻ പോകുന്നത് കർഷകൻ്റെ കണ്ണീരാണ്. ഇത്രയും ഇല്ലാത്ത പൈസ വെച്ച് ലോൺ എടുത്തിട്ടും മറ്റു ബന്ധപ്പെട്ട വസ്തുക്കളും പണയം വെച്ചൊക്കെ ചെയ്യുന്ന ആ കർഷകൻ്റെ കണ്ണീര് ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ് വിപണി, അവിടുന്ന് ഇപ്പം നമ്മുടെ ഉപഭോക്താവ് ഉൽപാദകൻ അവൻ്റെ സ്റ്റോക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഉപഭോക്താവിലേക്ക് പലരും എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ പ്രോസസ്സ് ഇവർക്ക് ഇത് സെയിലാവാതെ
അതവിടെ കിടക്കും. ബിസിനസ് പറഞ്ഞാൽ ഒരു ഫ്ലോ ആണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഫ്ലോയിൽ പോയിട്ടില്ലെങ്കിൽ അവർക്ക് ബാധ്യത വരും. അപ്പോൾ അത് അവരെ കണ്ണീരും നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം, കേരളം കുറച്ച് വർഷങ്ങൾ കൊണ്ട് ധാരാളം ദുരന്തങ്ങൾ കണ്ട ഒരു ഭൂമിയാണ്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള കർണാടക ശിരൂരിൽ നടന്ന ഒരു ഡാൻസ് റൈഡിനെ നമ്മൾ ഭീകരം എന്ന് പറഞ്ഞ് വായിലേക്ക് നാക്കിടുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ വയനാട് മുണ്ടക്കൈൻ്റെ അതിൽ എത്രയോ മടങ്ങുള്ളൊരു സംഭവിച്ചു. നാളെ ഒന്നും കേരളത്തിൽ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നാളെ എന്ത് എന്നുള്ള അറിയില്ല. ആ സമയത്ത് നമുക്ക് ഓടിച്ചെന്നുങ്ങാണ്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് കൈ നീട്ടണമെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റു ബന്ധപ്പെട്ട ആളുകൾക്ക് അവരെ കൈവശം പണം ഉണ്ടെങ്കിലല്ലേ അവർ തരുള്ളൂ. അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് അറിയാവുന്നതാണ്. ഏകദേശം ദുരിതാശ്വാസ നിധിയിലേക്ക് 100 കോടി കടന്നെന്നാണ് അറിയാൻ, കറക്റ്റ് ഫിഗർ എനിക്ക് അറിയില്ല, കടന്നെന്നാണ്. ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്ന പൈസയാണ്. അതിൽ തന്നെ മെജോറിറ്റി ആളുകളും ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മളത് വിട്ടുപോകരുത്. ഒരു മതവിഭാഗത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ ഓണവുമായി ബന്ധപ്പെട്ട ബിസിനസ് പറഞ്ഞാൽ എല്ലാവരെയും കോമൺ ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് ആദ്യം എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് അറിയുന്ന പല വ്യക്തികളും അതൊരു സൂചന, അതായത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നൊരു ഇങ്ങനെ ഡിസ്കഷനിൽ ഇങ്ങനെ വന്ന സമയത്താണ് അത് ശരിയാണല്ലോ എന്നുള്ളത് വന്നത്. കാരണം പല സ്ഥാപനങ്ങളും ഇപ്പം ഓരോ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഓണാഘോഷം മാറ്റിവെക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇനി തുടരെ ഇതങ്ങോട്ട് മാറ്റിവെക്കും. അവർ നടത്തിയില്ലല്ലോ, ഇനി ഞാൻ നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ തുടരെ അങ്ങോട്ട് മാറ്റാൻ തുടങ്ങും. അപ്പം അതിൻ്റെ ഗുരുതരമായ ഇത് വരാൻ തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഒരു അവസ്ഥകൾ 2 തവണ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊറോണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയമുണ്ട്. ആ സമയത്തിന് ശേഷമായിരുന്നു നമ്മുടെ ഈ കല്യാണത്തിൻ്റെയൊക്കെ സീസൺ വന്നിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് പിന്നെ ഈ വീഡിയോ അങ്ങനത്തെ ആളുകളും കാര്യങ്ങളൊക്കെ അവർക്ക് അതായത് ഹോളുകൾ റിലേഷൻ കാര്യങ്ങൾ നടന്നു. വീഡിയോകൾ, പുതിയ ക്യാമറകളും കാര്യങ്ങളൊക്കെ എടുത്തു, ലോണൊക്കെ എടുത്തുകൊണ്ട് ആ സമയത്താണ് ലോക്ക്ഡൗൺ വന്നത്. അവർ പിന്നെ എത്ര ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് അത് തുറന്നതെന്നുള്ളത് നമുക്കറിയാം. ലോക്ക്ഡൗൺ ഒഴിവാക്കിയത്. അപ്പോൾ അത്രയും അവർ ഇൻവെസ്റ്റ് ചെയ്ത് കടം വാങ്ങി ചെയ്ത ആളുകൾ, പെട്ടുപോയ ആളുകളുണ്ട്. അവരെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അതേമാതിരി തന്നെയാണ് ശബരിമല പ്രക്ഷോഭ സമയത്ത്. ആ സമയത്ത് സ്ത്രീപ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പൂജാ സ്റ്റോളുകളൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് വന്നിട്ട് അവർ ധാരാളം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് പോയാണ്. കറുപ്പുമുണ്ട്, അതേമാതിരി തന്നെ അവർക്ക് മാലകളൊക്കെ സ്റ്റോക്ക് ചെയ്തു പോകും. അതേമാതിരി തന്നെ വാഹനം, ഈ ശബരിമല സീസണിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഈ ടൂറിസ്റ്റുകാർക്ക് നടക്കുന്നത്. അവർ പുതിയ വണ്ടി എടുത്ത ആളുകളുണ്ട്. അവരൊക്കെ പെട്ടുപോയൊരു സമയമാണ്. അതിൻ്റെ ഒരു എത്രത്തോളം അതിൻ്റെ അതേമാതിരി വരും എന്നുള്ളത് ഇപ്പം നമുക്ക് കണ്ടറിയണം. ഇപ്പം ഓരോരുത്തർ ഇത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് മാത്രം. ഇനിയിപ്പം മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ഓരോ അറിയുന്ന സ്ഥാപനങ്ങളും ഒക്കെ പിന്നെ അസോസിയേഷനുകളും കാര്യങ്ങളൊക്കെ ഓണാഘോഷം മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് സർക്കാർ പൊതുപരിപാടി അവരെ മാറ്റിവെച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇനി ബാക്കിയുള്ളവരും അതിനെ പിന്തുടർന്ന് ചെയ്യാനുള്ള ട്രെൻഡാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. അവരുടെ അടുത്ത് ഈ ബിസിനസ്സുകാരുടെ അടുത്തൊന്നും പൈസ ഇല്ലെങ്കിൽ ഇനിയൊരു കാര്യം വരുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ കൈവെള്ളത്തേ ഉള്ളൂ. നമ്മൾ ആരാണെങ്കിലും നമ്മുടെ കൈവശം പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ അടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നമ്മളൊന്നും ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം അത് പൊതുബോധ്യത്തിൽ വരുന്ന പൊതുസമൂഹത്തിന്റെ ബോധ്യത്തിൽ എങ്ങനെ വരുത്താന്നുള്ളത്, അതായത് നമ്മൾക്ക് അതൊരു ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അപ്പോൾ നമ്മൾ ആ ഓണാഘോഷത്തിന്റെ കൂടെ നടത്തിയതിന്റെ കൂടെ നടത്തുന്ന അതിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കൊടുക്കാം. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പം എത്ര ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിനിമകളുടെ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പൊതുവായി ചാക്ക് അടച്ചിടാൻ ഇപ്പോൾ ദുഃഖം എന്ന് വെച്ചാൽ എല്ലാം അതല്ലേ, എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ ഒരു അടുത്ത മാസം വരാൻ പോകുന്ന ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വരാൻ പോകുന്ന കുറേ പേരുടെ കണ്ണീരാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നുവെച്ചാൽ ബിസിനസ്സുകാരുടെ അവർ ഓൾറെഡി ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഡെഡ് സ്റ്റോക്കായി കൈവശം കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിന്റെ 2-3 ദിവസത്തെ മാത്രമല്ല, അതൊരു അവരെ പ്രോഫിറ്റിന്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് നടക്കും. ഇപ്പം കോളേജസുകളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മളെ ഒരേമാതിരിയുള്ള ഡ്രസ് കോഡ്, കേരള സാരി പോലെയുള്ള സാധനങ്ങൾ ഒരേമാതിരി എടുക്കുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ അതേമാതിരി തന്നെ പൂവുകൾ, ഓണാഘോഷത്തുമായി ബന്ധപ്പെട്ട് പൂക്കള മത്സരങ്ങൾ പല സ്ഥലത്തും നടക്കും. അതിന് വേണ്ടിയിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ എത്തും. അതൊക്കെ ഓണത്തിന്റെ മുമ്പേ നടക്കുന്ന സംഭവമാണ്. ഒരു 10 ദിവസം മുമ്പ് മുതൽ നടന്നു വരുന്ന സംഭവമാണ്. അപ്പം അതാണ് ഇപ്പം ഇങ്ങനെ തുടക്കം കാണുന്ന ട്രെൻഡ് കാണുന്നുണ്ട്. ഈ ട്രെൻഡ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കണ്ണീര് മായ്ക്കാൻ മറ്റു പലരുടെയും കണ്ണീര് നമ്മൾ കാണേണ്ട അവസ്ഥയിലേക്ക് പോകും. അതിൽ പണം ഒരു ഫാക്ടർ തന്നെയാണ്.
അതായത് മറ്റുള്ള സഹായിക്കണമെങ്കിലൊക്കെ നമുക്ക് പണം കൂടിയേ തീരും. നമുക്ക് മാൻ പവർ കൊണ്ട് സഹായിക്കുന്നതിൻ്റെ പരിധിയുണ്ട്. അതിലും കൂടുതൽ പണത്തിന് മാൻ പവറിൻ്റെ കൂടെ തന്നെ പണം മുന്നിൽ നിന്ന് മാത്രമേ നമ്മൾ എന്തിനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇത് എങ്ങനെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. എന്നുവെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിങ്ങാണ്ട് നമ്മൾ, അതായത് ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഭാഗം, അതായത് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ ഓണാഘോഷം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ഭാഗം എന്തായാലും ഈ വീട്ടിലുള്ള ആഘോഷങ്ങളിലേക്ക് ബാധിക്കുന്ന കാര്യം ഷുവറാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ കേരളം ഒരു ദുഃഖാചരണമാണല്ലോ നടക്കുന്നത്. അപ്പം എൻ്റെ ഓണം ഞാനൊന്ന് ചുരുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു പെർസെൻറ്റേജ് ആളുകൾ ഷുവറായിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതിൻ്റെ ബാധിക്കുന്ന ഒരു സമൂഹം കൂടി ഉണ്ടെന്ന് ചിന്തിച്ചും കൊണ്ട് ഉചിതമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഇത്രയും പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.